ബാലിയിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് എനിക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തേത് ഞാൻ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത് സ്വന്തം ഭാര്യയെ ഇന്ന് ചിലപ്പോൾ സ്വിമ്മിംഗ് സൂട്ടിൽ കാണാൻ സാധിച്ചേക്കാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ബാൽക്കണിയിൽ നിന്നും വായി നോക്കി നിന്നപ്പോഴാണ് പുറകിൽ നിന്നും പല്ലി ചലിക്കുന്ന ശബ്ദം കേട്ടത്. നോക്കുമ്പോഴോ ദേ ഇതാണ് സംഭവം. അങ്ങനെ ഒരു പല്ലിമുത്തവും പാസാക്കി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. പാമ്പിനെ തിന്നുന്ന നാട്ടിലെത്തിയാൽ നടു കഷ്ണം കഴിക്കണമെന്ന് ലാലേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യം പറയാലോ എനിക്കിതുവരെ അതിന് സാധിച്ചിട്ടില്ല. എന്റെ മലേഷ്യൻ യാത്രയിൽ തവള ഇറച്ചി കഴിച്ചിട്ട് സംഭവിച്ചത് ഞാൻ ഇതുവരെ മറന്നിട്ടുമില്ല. അങ്ങനെ ഒടുവിൽ അല്പം സോസേജും ഫ്രൈഡ് നൂഡിൽസും എടുത്ത് ഞാൻ കീഴടങ്ങി. ചിന്നുവാണെങ്കിൽ ടോസ്റ്റഡ് ബ്രെഡും പിന്നെ ദേ ഹോട്ടലിന്റെ വക ഒരു സ്പെഷ്യൽ ഹണിമൂൺ വാഫിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ലോകയാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ അത് നടത്തിത്തരാൻ നല്ലൊരു പാർട്ണർ ആയിരിക്കും ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻസ്. ബാലി, വിയറ്റ്നാം, മൗറീഷ്യസ്, മാലിദ്വീപ്, സിംഗപ്പൂർ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്ത് എവിടെ യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഇവരെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഒരു 3/4 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നൂസാദുവ ബീച്ചിലുള്ള ബിൻഡാങ് ബീച്ച് ക്ലബ്ബിലെത്തി. ഇവിടെയാണ് നമ്മൾ ഇന്ന് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നത്. ഭാഗ്യമെന്ന് പറയാലോ വലിയ തിരക്കില്ലായിരുന്നു, കൂടെ നല്ല കാലാവസ്ഥയും. പാരാസെയിലിംഗും ബനാന ബോട്ടിങ്ങും ജെറ്റ് സ്കീയും ഓൾറെഡി നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ആയിട്ട് നമ്മൾ സീ വോക്കറും എടുത്തു, അതായത് വെള്ളത്തിന്റെ അടിയിൽ കൂടെയുള്ള നടത്തം. അങ്ങനെ എല്ലാത്തിലും ഒപ്പിട്ട് കൊടുത്ത് പേയ്മെന്റും ചെയ്തപ്പോഴത്തേക്കും ഞാൻ കാത്തിരുന്ന നിമിഷം എത്തിപ്പോയി. ദേ എന്റെ ഭാര്യ സ്വിമ്മിംഗ് സൂട്ടിൽ എത്തിയിരിക്കുന്നു. കണ്ണിന് കുളിർമയുള്ള ആ ഒരു കാഴ്ച നല്ലോണം ആസ്വദിച്ചിട്ട് നേരെ ബ്രീഫിങ്ങിനിരുന്നു. സീ വോക്കറിന് ഇറങ്ങുമ്പോൾ ചെയ്യാൻ പാടുള്ളതും ഇല്ലാത്തതും മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ കളത്തിലേക്ക് ഇറങ്ങി. കിട്ടുന്ന അവസരത്തിലൊക്കെ സ്വിമ്മിംഗ് സൂട്ടുകാരിയെ ഞാൻ വായി നോക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്വല്പനേരം ഫോൺ തിരിച്ചു പിടിച്ച് കാണണേ. കണ്ണുകളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അനുഭവം. കാർട്ടൂണിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ്. ഈ ഫേമസ് ഓറഞ്ചും വൈറ്റും കളർ മീനിന്റെ പേര് താഴെ കമന്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്ക് ഞാൻ ഒരു കുഞ്ഞു സമ്മാനം തരാം കേട്ടോ. ഞാനും ചിന്നുവും കൂടെ കൈകൊണ്ട് ഹൃദയം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഹൃദയത്തിന്റെ വഴിക്ക് പോയി എന്ന് തന്നെ പറയുന്നതാകും നല്ലത്. അങ്ങനെ മീനുകൾക്കൊക്കെ ഫുഡും കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പൊങ്ങി. അതിനുശേഷം ബനാന ബോട്ടിംഗ്. കടലിലൂടെ ഈ ബനാന ബോട്ടിൽ തുള്ളിച്ചാടി നടക്കാം. ഇടയ്ക്ക് നമ്മളെ കടലിലേക്ക് മറിച്ചിടുകയും ചെയ്യും. പിന്നീട് ജെറ്റ് സ്കി, അവസാനം പാരാഗ്ലൈഡിംഗ്. ഒരു പക്ഷിയെ പോലെ ആകാശത്ത് നമുക്കിങ്ങനെ പറന്ന് നടക്കാം. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായി അവിടെ നിന്നും ഇറങ്ങി നേരെ ഹോട്ടലിലേക്കാണ്. നാളെ ഇനി നൂസ പെനീഡ എന്ന ദ്വീപിലേക്കാണ് യാത്ര. ഈ ചങ്ങായിയെ കാണാൻ നമ്മുടെ മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിന്റെ കട്ടില്ലേ, ആരാണെന്ന് നിങ്ങൾ തന്നെ പറയൂ. ബാക്കി ബാലി വിശേഷങ്ങളുമായി ഉടനെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.